കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇനി അങ്ങോട്ട് എക്സൈറ്റിംഗ് ടൈംസ് ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ക്ലബിൽ നിന്നും പല പ്രധാന വാർത്തകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആറാമത്തെ വിദേശ സൈനിങ്ങിന്റെ അവസാന ഘട്ടത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. ബ്ലാസ്റ്റേഴ്സ് ഡീലിന്റെ അവസാന ഘട്ടത്തിലാണ്. ക്ലബ്ബ് എപ്പോൾ വേണമെങ്കിലും ആ ഒരു സൈനിങ് ക്ലോസ് ചെയ്തേക്കാം, അപ്പോൾ വേണമെങ്കിലും സൈനിങ് പൂർത്തിയാക്കിയേക്കും എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട്. പക്ഷേ പുതുതായി വരുന്ന താരം മുംബൈക്കെതിരെയുള്ള അടുത്ത മത്സരത്തിൽ കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹത്തിന്റെ ഡെബ്യൂട്ടിന് വേണ്ടി നമ്മൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. പക്ഷേ എക്സൈറ്റിംഗ് ടൈംസ് ആണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തുവെങ്കിലും ഇനി അങ്ങോട്ട് ഡിപ്രഷൻ മോഡിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. കാരണം നിലവിൽ വിദേശ ലീഗിൽ ലോണിൽ കളിക്കുന്ന നമ്മുടെ നായകനായിട്ടുള്ള ലൂണയുടെ റിട്ടേൺ അത് കരാറുണ്ടെങ്കിലും അടുത്ത സീസൺ പല കാര്യങ്ങളിലും പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കുമെന്നും ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല നമ്മുടെ സൂപ്പർ താരമായ നോവ സദോയും ആള് നിലവിൽ വിദേശ ലീഗിൽ ലോണിൽ കളിക്കുകയാണ്. പക്ഷെ ആൾക്ക് ലോണിനെ പോലെയല്ല, ഈ സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുമായിട്ടുള്ള കരാർ അവസാനിക്കും. പക്ഷെ ആൾ ലോണിൽ പോയ സമയത്ത് കരാർ അവസാനിച്ചാലും പുതിയ സീസൺ ആകുമ്പോഴേക്കും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾ പുതിയ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വന്നേക്കില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം നായകൻ അഡ്രിയാൻ ലൂണ, അദ്ദേഹത്തിന് കരാറുണ്ടെങ്കിലും അദ്ദേഹം തിരിച്ചു വരണമോ വേണ്ടയോ എന്നുള്ള കാര്യം പല കാര്യങ്ങളും പരിഗണിച്ചതിന് ശേഷം മാത്രം അടുത്ത സീസൺ തീരുമാനിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നോവ സദോയി തിരിച്ചു വരാനുള്ള സാധ്യതകൾക്ക് വഴി അടയുകയാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്.